ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ പലർക്കും രാത്രിയിൽ മനസ്സ് സമാധാനം കിട്ടാറില്ല. നമ്മൾ ബെഡിൽ കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് പല സ്ഥലങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് ചിന്തകൾ, പേടികൾ, ഫ്യൂച്ചർ വറീസ്, പാസ്റ്റ് റിഗ്രറ്റ്സ്, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് അലഞ്ഞുകൊണ്ടേയിരിക്കും. ഉറക്കമില്ലാത്തത് ഒരു ഫിസിക്കൽ പ്രോബ്ലം മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വീർപ്പുമുട്ടലാണ്. ഇസ്ലാം ഇതിനെ വളരെ ജെന്റ്ലി അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക് നൈറ്റ് റുട്ടീനെ കുറിച്ചാണ്. അതിലൂടെ എങ്ങനെ നമുക്ക് പീസ്ഫുൾ സ്ലീപ്പ് കിട്ടുമെന്ന് നോക്കാം. രാത്രി എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക സമയമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രിയെ ഞാൻ ശാന്തമാക്കി എന്ന്. രാത്രി എന്നത് നിശബ്ദതയുടെ സമയമാണ്. രാത്രി എന്നത് റിട്ടേൺ ടു അള്ളാഹുവിൻ്റെ നിമിഷങ്ങളാണ്. പകൽ ലോകം നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ രാത്രി അള്ളാഹു നിങ്ങളെ ഹീൽ ചെയ്യാൻ കാത്തിരിക്കുന്നു. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഹാർട്ട് ക്ലീൻ ആക്കണം. നമ്മൾ ഫോൺ ക്ലീൻ ചെയ്യാറുണ്ട്, നമ്മുടെ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഹാർട്ട് അത് ക്ലീൻ ചെയ്യാതെ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും. ചില സുന്ന ടിപ്സ് നമുക്ക് നോക്കാം. ആരോടെങ്കിലും ദേഷ്യം, വെറുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക. എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടെങ്കിൽ അള്ളാഹുവോട് പറയുക. കരയാൻ തോന്നുമ്പോൾ അതൊരു വീക്ക്നെസ്സായി കരുതരുത്, അത് ഇബാദത്തായിട്ട് മനസ്സിലാക്കുക. അള്ളാഹുവിനെ അടുത്തറിയുന്നവർ രാത്രി കരയുന്നവരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുമ്പ് ഫോൺ യൂസേജ് നിർത്തുക. ലാസ്റ്റ് 30 മിനിറ്റ്സ് എന്നത് നോ സ്ക്രോളിംഗ് ആക്കി മാറ്റുക. അവിടെ ന്യൂസ്, റീൽസ്, നെഗറ്റിവിറ്റി ഇതെല്ലാം കട്ട് ഓഫ് ചെയ്യുക. കാരണം മൈൻഡ് കാമാകാൻ ടൈം വേണം. ഹൃദയത്തിൽ അള്ളാഹുവിനെ ഫീൽ ചെയ്യാൻ അവിടെ സൈലൻസ് ആവശ്യമാണ്. സൈലൻസ് എന്നത് ഒരു സ്പിരിച്വൽ മെഡിസിൻ ആണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ഒരുപാട് സുന്ന നൈറ്റ് റുട്ടീൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, വുളു ചെയ്ത് കിടക്കുക. വുളു എന്നത് വെറുമൊരു ബോഡി ക്ലീൻ അല്ല, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. നമ്പർ 2, ബെഡിൽ കിടന്നുകൊണ്ട് പറയുക, യാ അല്ലാ, ഞാൻ നിന്നിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് എന്ന്. അതുപോലെ തന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുൻപ് ചില സൂറത്തുകൾ പതിവാക്കിയിട്ടുണ്ട്. സൂറ ഇഹ്ലാസ്, സൂറ ഫലക്, സൂറ നാസ്. ഇവ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഉറങ്ങുക. നിങ്ങൾക്ക് ഇതിലൂടെ അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുകയും അതിലൂടെ മെൻ്റൽ പീസ് നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി എന്നത് രാത്രിയിലെ കാവലാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയത്തുൽ കുർസി വായിച്ച് ഉറങ്ങിയാൽ അള്ളാഹു ഒരു മലക്കിനെ അവനായി നൽകുമെന്ന്. ആയത്തുൽ കുർസി പതിവാക്കുന്നതിലൂടെ നിങ്ങളുടെ രാത്രിയിലെ ആങ്സൈറ്റി കുറയുകയും ബാഡ് ഡ്രീംസ് ഇല്ലാതാവുകയും ഫിയർ മാഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സ് സ്ലോലി കാമാകും. അതുപോലെ തന്നെ നിങ്ങൾ ബെഡിൽ കിടന്നുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അല്ലാ, ഇന്ന് ഞാൻ ഒരുപാട് തവണ പരിശ്രമിച്ചു, ഞാൻ വളരെ വീക്കാണ്, എന്നെ നീ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്ന്. അതുപോലെ തന്നെ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്ന ദുആ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് പതിവാക്കുക. ഈ ഒരു ദുആ അള്ളാഹുവിന് മുൻപിലുള്ള ഒരു കംപ്ലീറ്റ് സറണ്ടറാണ്. മാത്രമല്ല, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തഹജ്ജുദ് എന്നൊരു ഇൻറ്റൻഷനോട് കൂടി ഉറങ്ങുക. യാ അല്ലാ, എന്നെ നീ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേൽപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുക. നിങ്ങളുടെ ഓരോ നെയ്യത്തിന് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരുപാട് റിവാർഡ്സ് ലഭിക്കും. ഈ ഒരു ടോക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടായിരിക്കും, ഈ ഒരു റുട്ടീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നത്. ഖുർആൻ എന്നത് നമ്മുടെ ഹൃദയത്തിനുള്ള മെഡിസിനാണ്. ദിക്ർ എന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം കാം ചെയ്യും. ദുആ എന്നത് ഇമോഷണൽ റിലീസാണ്. അതുപോലെ ട്രസ്റ്റ് ഇൻ അള്ളാഹ് എന്നത് ലൈഫിൻ്റെ തന്നെ മെഡിസിനാണ്. ഒരു പീസ്ഫുൾ സ്ലീപ്പ് കിട്ടുക എന്നത് വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ആ ബ്ലെസ്സിങ്സ് അള്ളാഹു നിനക്ക് തരും. ഫ്രണ്ട്സ്, നിങ്ങൾ ഉറങ്ങുന്നത് ഒറ്റയ്ക്കല്ല, അള്ളാഹു ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ സൈലന്റ് ടിയേഴ്സ് അവൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ ടയേർഡ് ഹാർട്ടിനെ അള്ളാഹു കെയർ ചെയ്യുന്നു. സ്ലീപ്പ് വിത്ത് അള്ളാഹ് ഇൻ യുവർ ഹാർട്ട്, യു വിൽ വേക്ക് അപ്പ് സ്ട്രോങ്ങർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.